നമ്പർ 341. ഇത് എത്രാമത്തെ ഡിഡക്ഷനാണ് പഠിക്കുന്നത്? അപ്പൊ ഏതൊക്കെ പഠിച്ചേ? മതി 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 മതി. അടുത്തത് 80CCG. ഓക്കെ, CCD ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത CCG ആണ്. ഐ ഇതിലില്ല. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 1,50,000 വരെ. അത്ര മനസ്സിലാക്കിയാൽ മതി. അല്ല, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അണ്ടർ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം. നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? രാജീവ് ഗാന്ധി ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി സേവിംഗ് സ്കീം പ്രകാരം നിങ്ങൾ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിലെ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. രാജീവ് ഗാന്ധി. അപ്പോൾ CCG അങ്ങനെ ആലോചിച്ചോട്ടോ. വേർ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ എക്വയേഴ്സ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് and listed units of equity oriented fund, he shall be entitled to deduction of 50% of the amount invested or 25,000 whichever is less. ഒന്നുകൂടി പറയാം. നിങ്ങൾ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം പ്രകാരം ഇക്വിറ്റി ഷെയർസിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 50% അല്ലെങ്കിൽ 25,000 രൂപ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് 1,00,000 രൂപ വിചാരിക്കേ, അതിൻ്റെ 50% എത്രയാ? 50,000 അല്ലെങ്കിൽ 25,000 വിച്ച് എവർ ഇസ് ലെസ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 12 ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദ assessee can get deduction for 3 consecutive years. This scheme is a notified scheme provided the GTI does not exceed 12 ലക്ഷം. അപ്പം എന്താ പറഞ്ഞത്? രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം പ്രകാരം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇട്ട കാശിൻ്റെ 50%മോ 25,000 രൂപയോ ഏതാണോ കുറവ് അത് നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. 12 ലക്ഷത്തിൽ കൂടി എന്താ ഉണ്ടാവുക? ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു കാര്യം. ദിസ് ഡിഡക്ഷൻ ഈസ് taken away from 2018-19 onwards. However, taxpayers who have claimed deduction under this section for assessment year 2017-18 and earlier shall be eligible for claiming deduction up to 1920. ഈ ഡിഡക്ഷൻ ഏത് വർഷം മുതലില്ല? 2018-19 വർഷം മുതൽ ഇതില്ല. പക്ഷേ 2017 വരെ ഈ സ്കീമിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് 2019-20 വരെ ഈ സ്കീമിൽ തുടർന്നും ഡിഡക്ഷൻ കിട്ടും. പുതിയതായിട്ട് നിങ്ങൾ ഇപ്പോൾ 2018 ഇക്കൊല്ലം ആദ്യമായിട്ട് നിങ്ങൾ ഈ സ്കീമിൽ കാശിടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ബുക്ക് മേടിക്കാൻ പറ്റില്ല? പഴയ ബുക്ക് മേടിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. എല്ലാ കൊല്ലവും ഇതൊക്കെ മാറുമ്പോൾ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 80C പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സെക്ഷനാണ് 80D. അതെന്താണ്? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. നിങ്ങളുടെയൊക്കെ പലരുടെയും വീട്ടിൽ ചിലപ്പോൾ എന്തെടുത്തിട്ടുണ്ടാവാം? മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞാൽ മനസ്സിലാവുന്നേക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്കീമിലേക്കായിട്ട് നിങ്ങൾ കാശടയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രിവെൻറ്റീവ് ചെക്കപ്പില്ലേ, ഒരു കൊല്ലം നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാ ടെസ്റ്റും കൂടി ഒരുമിച്ച് കോംബോ ടെസ്റ്റൊക്കെ ചെയ്യുക. അങ്ങനത്തെ ചെക്കപ്പിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിലത്തെ, ഇപ്പം ഞാനാണ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ട് എന്ത് കിട്ടും? എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിഡക്ഷൻ്റെ എമൗണ്ട് നമ്മൾ പഠിച്ചു വയ്ക്കാം. ഫാമിലിക്ക് എത്ര രൂപയാണ്? അതിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കോ 60 വയസ്സിന് മേലെയാണെങ്കിൽ അവർക്ക് ഇത്തിരി കൂടി കൂടുതൽ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അത് എന്തിൻ്റെ പുറത്താണ്? 80Cയുടെ പുറത്താണത്. 80C 1.5 കിട്ടും. അത് കൂടാണ്ട് 80D ഉണ്ടെങ്കിൽ അതും കിട്ടും. അതിൻ്റെ ലിമിറ്റ് എത്രയാണോ 25,000 എന്ന് പറയും, 50,000 എന്ന് പറയും, ആ എമൗണ്ട് വരെ കിട്ടും. അപ്പം നമുക്ക് കൃത്യമായി നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷനാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഇൻഡിവിജ്വൽ ആൻഡ് HUF.
deduction is allowed for the following purpose of to an individual. The amount paid to effect or to keep in force an insurance on the health of the assessee or his family or his parents. ആരൊക്കെയാണ് ഇതിൽ നമുക്ക് ഇൻഷുറൻസ് ആരുടെയൊക്കെ പേരിലെടുക്കാം? നമ്മുടെ സെൽഫ്, സ്വന്തമായിട്ട്, ഫാമിലി അല്ലെങ്കിൽ പേരൻസ്. Any contribution made to the central government health scheme or any other scheme notified by the central government in this behalf. നിങ്ങൾ ഏതൊക്കെ സ്കീമിലേക്ക് ഇടാം? സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ ഏത് സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ സ്റ്റാർ ഇൻഷുറൻസോ ഏത് പ്രൈവറ്റ് ഏജൻസിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും ഞങ്ങൾക്കൊക്കെ 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടും. Any payment made on account of preventive health checkup by the family, by the assessee or his family or parents. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസും ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനും മാത്രമാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രദറോ സിസ്റ്ററോ അപ്പുറത്തെ അയൽക്കാരനോ ഒന്നും ആരല്ല, നമ്മുടെ ഫാമിലി അല്ല. ഓക്കെ. The health insurance should be in accordance with a scheme framed by General Insurance Corporation, approved by central government and അല്ലെങ്കിൽ IRDA അപ്രൂവ് ചെയ്ത സ്കീമിലേക്ക് ആയിരിക്കണം കാശ് ഇടുന്നത്. പേയ്മെൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Payment of insurance premium should be made by any mode of payment other than cash. ക്യാഷ് ആയിട്ട് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തോ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഏതാണ്? ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കാശായിട്ട് കൊടുത്താൽ, അതൊന്ന് സൈലൻ്റ് ആക്കി വെച്ചൂടെ, കാശായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. പക്ഷേ ക്യാഷ് പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഫോർ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സ്കീം പ്രകാരം ഒരു എക്കോ ടെസ്റ്റും TMTയും ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കാം. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ എന്ത് കൊടുക്കാൻ പറ്റില്ല? ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. ഇനിയുള്ളത് എത്ര രൂപയാണ് നമുക്ക് ഡിഡക്ഷനായിട്ട് കിട്ടുക? ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ അസസി, ദ ഹോൾ എമൗണ്ട് പെയ്ഡ് ഓൺ ദി ഹെൽത്ത് ഓഫ് അസസി, സ്പൗസ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ അപ് ടു 25,000. എനിക്കും എൻ്റെ സ്പൗസിനും എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് 25,000 രൂപ വരെയാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിൽ മാക്സിമം ഓഫ് 5,000 കിട്ടും. പക്ഷേ 25,000 ഉള്ളിൽ അത് നിൽക്കണം. ഇനിയുള്ള പ്രത്യേകത, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അവർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഡീഷണൽ 25,000 കൂടി എനിക്ക് കിട്ടും. അപ്പോൾ സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ഫാമിലിയുടെ കുറച്ച് പേരുടെ 25,000, അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു അഡീഷണൽ 25,000, രണ്ടും കൂടി എത്രയിൽ നിൽക്കണം? 50 നിൽക്കണം, 50,000 നിൽക്കണം കേട്ടോ. അപ്പോൾ സീനിയർ സിറ്റിസൺ ഇല്ലെങ്കിൽ എത്ര രൂപ വരെ കിട്ടുക? 25,000. സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് മാത്രമായിട്ട് 5,000. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പും ഇൻഷുറൻസ് പ്രീമിയം കൂടിയിട്ട് 25,000. എന്താ കുട്ടികൾ? ഇനി നമുക്ക് അപ്പോൾ ചോദ്യം നോക്കാം. മാധവ് ഹാസ് മെയ്ഡ് ദി ഫോളോയിങ് പേയ്മെൻറ്റ് ഡ്യൂറിങ് ദി ഇയർ 2019-20. 12,000 ചെക്കായിട്ട് കൊടുത്തു GICക്ക് അയാളുടെ ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട്. ആൾക്ക് കിട്ടുമോ? ചെക്കായിട്ട് കൊടുത്ത് ക്യാഷ് ആയിട്ട് പറ്റില്ല. ചെക്കായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൊടുത്തു അയാൾക്കായിട്ടുള്ള. ഈ പ്രോബ്ലത്തിൽ അവർ എന്ത് ചെയ്തു വെച്ചാൽ ഫാമിലീനെ ഒരു കോളം കൊടുത്തു, അച്ഛനമ്മേനെ അപ്പുറത്തെ കോളം കൊടുത്തു. കാരണം ഫാമിലിക്ക് മൊത്തം 25ഉം പാരൻസിന് 25ഉം രണ്ടും കൂടിയിട്ട് 50 പാടും. അപ്പോൾ നോക്കിയേ, എമൗണ്ട് പെയ്ഡ്, ഇങ്ങനെ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടാ, എൻ്റെ ഒക്കെ കൂടി ഇന്നർ കോളത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഇൻഷുറൻസ് 12,000 അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്, 12,000 എഴുതി. രണ്ടാമത്തെ 13,000 ബൈ ചെക്ക് ഇൻഷുറിങ് ഹെൽത്ത് ഓഫ് വൈഫ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം. ഭാര്യ അയാളെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, പക്ഷെ ഭാര്യ ആണല്ലോ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ത്രീക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഭാര്യയ്ക്ക് വേറെ ജോലി ഉണ്ടാവും അർത്ഥം, നോട്ട് ഡിപ്പെൻഡ് ഓൺ ഹിം, പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റും. 13,000 നമുക്ക് കൂട്ടാൻ പറ്റും. അടുത്തത് 4,000 പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ ഇൻഷുറിങ് ഹെൽത്ത് ഓഫ് ഡിപ്പെൻഡൻറ്റ് മേജർ സൺ. കിട്ടുമോ? ക്യാഷാണ്, പെയ്ഡ് ഇൻ ക്യാഷ് ആയ കാരണം കിട്ടില്ല. അടുത്തത് 6,000 പെയ്ഡ് ബൈ ചെക്ക് ടു GIC ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രദർ. കിട്ടുമോ? കിട്ടില്ല. 40,000 GIC ഫോർ ഫാദർ ഏജ് 40. കിട്ടുമോ? ഏജ് 70. ചെക്കാണ് 40,000 കിട്ടില്ലേ? കിട്ടും, അപ്പുറത്ത് എഴുതിക്കോ.
15,000 ചെക്ക്, മദർ 67 വയസ്സ്. കിട്ടോ? കിട്ടും. അവിടെ എഴുതണം നമ്മൾ. ഒക്കെ നമ്മളവിടെ എഴുതുക. എന്നിട്ട് നമുക്ക് അവസാനം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പറയാം. 5,000 പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ പ്രിവെന്റീവ് ചെക്കപ്പ്. എഴുതാൻ പറ്റുമോ? പ്രിവെന്റീവ് ചെക്കപ്പ് നമുക്ക് എഴുതാം. പക്ഷെ നമ്മുടെ ലിമിറ്റ് എത്ര പാടോ? 25,000 പാടോ. അതാണ് അപ്പുറത്തെ പേജിലെ എമൗണ്ട് പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ പ്രിവെന്റീവ് ചെക്കപ്പിന് ക്യാഷ് കൊടുക്കുക 5,000 വരെ. നമ്മൾ എല്ലാ കാര്യവും എഴുതി വെക്കണം. 12, 13, 25 പ്ലസ് 25 25 പ്ലസ് 5 30,000 നമ്മൾ സ്വന്തം ഫാമിലിക്കായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും മക്കൾക്കുമായിട്ട് ചിലവാക്കി. പക്ഷേ നമുക്കറിയാം സ്വന്തം ഫാമിലിക്ക് എത്ര കിട്ടുള്ളൂ? നമുക്ക് എമൗണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് 25,000. എമൗണ്ട് ഡിഡക്റ്റബിൾ കൊണ്ട് താഴത്തെ ലൈൻ കണ്ട 25,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പേരൻസിനുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഡിഡക്ഷൻ എത്ര വരെ പറ്റും? ഒരു അഡീഷണൽ 50,000 കൂടി നമുക്ക് കിട്ടും. പേരൻസിന് മൊത്തം വന്നത് 55,000 പേരൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിന് വന്നു. പക്ഷെ അവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്രയാ? 50,000. അപ്പോൾ 50,000 എഴുതി. ഇനി നമുക്ക് മൊത്തം എത്ര ഡിഡക്റ്റ് ചെയ്യാം? 25,000 ഡിഡക്റ്റ് ചെയ്യാം, 50,000 ഡിഡക്റ്റ് ചെയ്യാം. സ്വന്തം ഫാമിലിക്ക് ഭാര്യയും ഭർത്താവിനും മക്കൾക്കും കൂടി 25,000, വയസ്സായ അച്ഛനമ്മയ്ക്കും കൂടിയിട്ട് അഡീഷണൽ 50,000. ഒരു സെക്കൻഡ് കേട്ടോ. ഇനി നെക്സ്റ്റ്. അപ്പോൾ 5 ഡിഡക്ഷൻ കഴിഞ്ഞു, 5 എണ്ണം കഴിഞ്ഞു. സി, CCC, CCD, CCG, ഡി അവസാനം ആദ്യം പറഞ്ഞ മറ്റേത് CCD ആയിരുന്നു. DD1. ഇനി പറയുന്നത് വെറും ഡി ആണ് ഇപ്പോൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിയും ഡിയും ആണ് ഇപ്പോൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ്. ആരുടെയാണ്? നമ്മളെ ഡിപ്പെൻഡൻറ്റിന്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആ ആൾ എങ്ങനത്തെ ആളാ? ഹീ ഈസ് എ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള നമുക്കൊരു ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ചികിത്സയ്ക്കായിട്ട് വരുന്ന കാശാണ് ഇവിടെ ഡിഡക്ഷൻ. സെക്ഷൻ 80 DD. ടുവേർഡ്സ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് എ ഡിഡക്ഷൻ ഓഫ് 75,000 for disability and 1,25,000 for severe disability irrespective of the amount spent. നിങ്ങൾ 1,000 രൂപ ചിലവാക്കിയാലും സാധാരണ ഡിസബിലിറ്റിക്ക് നിങ്ങൾക്ക് 75,000 രൂപ കുറയ്ക്കാം. ഡിസബിലിറ്റിയുള്ള ഒരു ഡിപ്പെൻഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടോ? എന്ത് നിസ്സാര കാശ് നിങ്ങൾ ചിലവാക്കിയാലും, നിങ്ങൾ കാശ് ചിലവാക്കിയില്ലെങ്കിലും ഇത്രയും രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. സാധാരണ ഡിസബിലിറ്റിക്ക് 75,000, സിവിയർ ഡിസബിലിറ്റിക്ക് 1,25,000. ഇത് ഇൻഡിവിജ്വലിനും കിട്ടും, HUFനും കിട്ടും. സിവിയർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% അതിൽ കൂടുതൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ ആവാം? സ്പൗസ് ആവാം, ചിൽഡ്രൻ ആവാം, പേരൻ്റ് ആവാം, ബ്രദർ ഓർ സിസ്റ്റർ. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. ഇതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 80 DD. ഇനി നമ്മൾ നോക്കുന്നത് മിസ്റ്റർ എബ്രഹാമിൻ്റെ പ്രോബ്ലമാണ്. അയാൾക്ക് താഴെ പറയണ ഇൻകൊക്കെ ഉണ്ട്. സാലറി 30,000 പെർ മന്ത്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവരും പറയണം കേട്ടോ. ഡിയർനെസ് അലവൻസ് 10%, റെൻറ്റ് റിസീവ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പെർ മന്ത്. അയാൾ ഈ പറയുന്ന പേയ്മെൻറ്റ് നടത്തി. റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF, ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഹെൽത്ത്. ഒരു മകനുണ്ട്, സിവിയർ ഡിസബിലിറ്റിയാണ്. 62,000 രൂപയാണ് അവനായിട്ട് ചിലവാക്കിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അയാളുടെ ടോട്ടൽ ഇൻകം? എങ്ങനെ ടോട്ടൽ ഇൻകം കണക്കാക്കുക? ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ഡിഡക്ഷൻസ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഹെഡിലത്തെ ഇൻകം ആഡ് ചെയ്യണം. ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എല്ലാം തന്നേക്കണ്. സാലറി സെപ്പറേറ്റ്, ഡിയർനെസ് അലവൻസ്, ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഹെഡാണ് ചെയ്യുക? ഇൻകം ഫ്രം സാലറി. ടേബിളിൻ്റെ ഉള്ളിൽ എഴുതേണ്ട ഹെഡിങ് ഇൻകം ഫ്രം സാലറി എന്ന് എഴുതാം. എന്നിട്ട് ബേസിക് സാലറി 30,000 × 12.
30,000 ഇൻറ്റു 12 3,60,000. DA 3,60,000-ൻ്റെ 10% 36,000. സാലറി എന്ന പാഠത്തിലെ നിർബന്ധമായി നമ്മൾ കുറയ്ക്കേണ്ട ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ. അത് കുറയ്ക്കാഞ്ഞിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ നിങ്ങളുടെ പ്രോബ്ലം തെറ്റും. അപ്പോൾ 50,000 രൂപ ലെസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറി കിട്ടി. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ റെൻറ്റ് റിസീവ്ഡ് 8,000 മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ഫെയർ റെൻറ്റ് തന്നിട്ടില്ല, മുനിസിപ്പൽ റെൻറ്റ് തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടില്ല. ആകെ കൂടി തന്നിരിക്കുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് മാത്രം. അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് 8,000 ഇൻറ്റു 12 96,000. അതിന്ന് നിർബന്ധമായും നമ്മൾ കുറയ്ക്കേണ്ടതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറച്ചപ്പോൾ 28,800 രൂപ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 67,200. എല്ലാ ചാപ്റ്ററിൻ്റെയും കണ്ടീഷൻസ് അറിയാണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ 2 ഹെഡേ തന്നിട്ടുള്ളൂ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എവിടുന്ന ഈ ശബ്ദം? ഇവിടെ എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി, ഞാൻ റെക്കോർഡ് ചെയ്യും കൂടിയാണ്. 2 ഹെഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിന്ന് നമുക്ക് എല്ലാ ഡിഡക്ഷനും കുറയ്ക്കണം. അപ്പോൾ എന്താ എഴുതുക? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്ന് ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് ഓരോരോ ഡിഡക്ഷനെ അതിൻ്റെ പേര് എഴുതണം. വെറുതെ ഡിഡക്ഷൻ എഴുതിയിട്ട് LIC PPF എന്നൊന്നും എഴുതാൻ പറ്റില്ല. സെക്ഷൻ എഴുതിയിട്ടേ ഡിഡക്ഷൻ എഴുതാൻ പറ്റൂ. 80Cയിൽ വരണ എത്ര കാര്യങ്ങളുണ്ട് ഇതിലേ? അയാൾ RPF-ലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തു, PPF-ലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് രണ്ടും എന്താണ്? 80C ആണ്. 12,000 പ്ലസ് 18,000, അതായത് 30,000 രൂപയാണ് 80Cയിൽ വന്നത്. അത് 1,50 കൂടിയിരുന്നെങ്കിലോ? 1,50 കൂടിയിരുന്നെങ്കിലോ? 1,50 കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് അയാളുടെ സ്വന്തം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വെറും 9,000 രൂപയുള്ളൂ. 25,000-നും താഴെയായ കാരണം കുഴപ്പമില്ല. ആ 9,000 80D പ്രകാരം അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അയാൾക്കൊരു മകനുണ്ട്, സിവിയർ ഡിസബിലിറ്റിയാണ്. 62,000 രൂപയാണ് അവന് ചിലവായത്. 62,000 രൂപ ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചേ ഉള്ളൂ. സിവിയർ ഡിസബിലിറ്റിക്ക് എത്ര രൂപ കുറയ്ക്കാം? ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് സ്പെൻഡ്. എത്ര കാശ് നിങ്ങൾ ചിലവാക്കിയാലും നിങ്ങൾക്ക് 1,25,000 രൂപ ഡിഡക്റ്റ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ എഴുതി വെക്കിയപ്പോൾ എമൗണ്ട് സ്പെൻഡ് 62,000, പക്ഷേ സെക്ഷൻ 80DD പ്രകാരം ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് സ്പെൻഡ് യു ക്യാൻ ഡിഡക്ട് 1,25,000 rupees. അത് വെറും ഡിസബിലിറ്റി ആയിരുന്നെങ്കിൽ 75,000 കുറച്ചേനെ. അത് DD ആണ്. അപ്പം നോട്ട് എഴുതുന്നതിനൊക്കെ. എന്നിട്ട് എല്ലാ എമൗണ്ടും ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ്. ഇന്നർ കോളം ഫുള്ള് കൂട്ടുക, പുറത്തേക്ക് ഇടുക. 1,64,000 രൂപ ലെസ് ചെയ്യുമ്പോൾ 2,49,200.